ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയതും അതുപോലെ പാർട്ടികൾക്കൊക്കെ വിളമ്പാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ് ബട്ടർ പുഡിങ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇതിന് ഞാനിവിടെ 5 ഗ്രാം ചൈന ഗ്രാസ് ആണ് എടുത്തിട്ടുള്ളത്. ചൈന ഗ്രാസ് കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. അപ്പോൾ പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടും. നമ്മൾ മെൽറ്റാക്കാൻ വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടും കുറച്ച് നേരം കുതിർത്ത് വെച്ചാൽ. പിന്നെ ഇതിലേക്ക് ആവശ്യം 2 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ. അത് കുറച്ച് പാലിൽ മിക്സ് ചെയ്ത് വെക്കണം. മൊത്തം ഈ പുഡിങ്ങിലേക്ക് ആവശ്യമുള്ളത് 1/2 ലിറ്റർ, അതായത് 500 ml പാലാണ് ഇതിലേക്ക് ആവശ്യമുള്ളത്. അതിൽ 100 ml പാല്, തണുത്ത പാല് നമ്മൾ ഈ കസ്റ്റാർഡ് പൗഡറിൽ മിക്സ് ചെയ്ത് വെക്കണം. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ബട്ടർ ഞാനിവിടെ 75 ഗ്രാമാണ് എടുക്കുന്നത്. അതുപോലെ വാനില എസൻസ് ആവശ്യമുണ്ട്. പിന്നെ 2 സ്ലൈസ് ബ്രെഡ്, പിന്നെ 1/4 ടിന്ന് കണ്ടൻസ്ഡ് മിൽക്ക്. അപ്പോൾ നമുക്കൊരു പാന് വെച്ചിട്ട് അതിലേക്ക് പാലൊഴിച്ചു കൊടുക്കാം. 400 ml പാലാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പാല് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് വേറൊരു ബേർണറിൽ ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പോൾ പാല് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക്, 1/4 ടിന്ന് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 75 ഗ്രാം അൺസാൾട്ടഡ് ബട്ടറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ബട്ടറിൻ്റെ അളവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ വേണമെങ്കിൽ കുറച്ച് കുറക്കുക, അല്ലെങ്കിൽ കുറച്ച് കൂട്ടാം. നല്ല ടേസ്റ്റാണ് ബട്ടർ ആഡ് ചെയ്യുമ്പോൾ. പിന്നെ ഇതിലേക്ക് 2 സ്ലൈസ് ബ്രെഡ്, അത് നമ്മൾ മുറിച്ചിട്ട് കൊടുക്കണം. പിന്നെ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച കസ്റ്റാർഡ് മിക്സ്, അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് ലോ ഫ്ലെയിമിലായിരിക്കണം വെക്കേണ്ടത്, കാരണം കസ്റ്റാർഡ് മിക്സ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ കുറുകി വരാൻ സാധ്യതയുണ്ട്. പിന്നെ അവസാനമായിട്ട് നമ്മൾ മെൽറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്ന ചൈന ഗ്രാസും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ്. ഒരു 5 മിനിറ്റോളം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 10 മിനിറ്റ് തണുക്കാൻ വേണ്ടി വെക്കണം. ഇത് മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് നേരം തണുത്തതിന് ശേഷം വേണം നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ. ഞാനിവിടെ 2 പാർട്ടായിട്ടാണ് ഗ്രൈൻഡ് ചെയ്യുന്നത്. കാരണം അപ്പോൾ നമ്മൾ മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം ഒരു പുഡിംഗ് ട്രേയിൽ, ഗ്രീസ് ചെയ്ത പുഡിംഗ് ട്രേയിൽ, ഞാൻ ബട്ടർ ഉപയോഗിച്ച് ഗ്രീസ് ചെയ്ത പുഡിംഗ് ട്രേയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി അടുത്ത ട്രിപ്പും കൂടി അടിച്ചെടുക്കാം. അതിനുശേഷം അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. നല്ല ഈസിയാണ് ഉണ്ടാക്കാൻ, എല്ലാവരും കണ്ടല്ലോ. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിവിടെ മേരി ബിസ്ക്കറ്റ് ഉപയോഗിച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. അതുപോലെ റോസ്റ്റഡ് ബദാമും. ഇനി നമുക്ക് ഇതൊരു 5 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം, അല്ലെങ്കിൽ ഓവർനൈറ്റ്. എന്നിട്ട് നമുക്ക്
കട്ട് ചെയ്ത് ഉപയോഗിക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ നല്ല ടേസ്റ്റുമാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പുതിയൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.